നമസ്കാരം. കേരളത്തിലിപ്പോൾ ബസ്സുകളാണ് സംസാര വിഷയം. ഒരു വശത്ത് നാട്ടുകാരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു സാധാരണ ബസ്, മറ്റൊന്ന് നാട്ടുകാരുടെ മനസ്സമാധാനം കളഞ്ഞുകൊണ്ട് ഒരു സൂപ്പർ ബസ്. ഇതെങ്ങനെ ശരിയാകും എന്നാണല്ലോ സ്വാഭാവികമായി വരുന്ന ഒരു സംശയം. സാധാരണ ബസ്സിന് എങ്ങനെ നാട്ടുകാരുടെ സ്നേഹാദരങ്ങൾ കിട്ടും? സൂപ്പർ ബസ്സിനല്ലേ ആരാധകർ എന്ന് സംശയിച്ചാലും ആരെയും തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ ഇതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ കാരണങ്ങളിലേക്ക് വരാം. ഗിരീഷിന് ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് അസലൊരു പേരുമുണ്ട്, റോബിൻ. എന്തായാലും ഒരു ബസ്സുള്ള സ്ഥിതിക്ക് 10 പേരെ കയറ്റി കോയമ്പത്തൂരിലേക്ക് ട്രിപ്പ് നടത്തിയാൽ യാത്രക്കാർക്കൊരു ഉപകാരവും തനിക്കൊരു പലഹാരവുമാകും എന്ന് ചിന്തിച്ചിട്ടാകും പാവത്തിന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. അങ്ങനെ റോബിൻ ബസ് റോഡ് തൊട്ട നാൾ മുതൽ ശകുനപ്പിഴ പതിവായി മാറി. ഈ ബസ്സുകാരനൊരു ബസ് വാങ്ങിയത് അസൽ സംഭവമായി എന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വണ്ടി റോഡിൽ ടയർ കുത്തിയാൽ അപ്പോൾ MVD എന്ന മാമന്മാർ ഓടിയെത്തും. എന്നിട്ട് ആ പരിശോധന, ഈ പരിശോധന എന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ ആളുണ്ടായാലും ശരി കയറിയങ്ങിറങ്ങും. എന്നിട്ടോ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഫൈൻ എന്ന പിഴ പരിപാടിയും നടത്തും. പിഴ പിരിവ് എന്ന് പറയണം. സകലമാന ആളുകളും MVDയെ ചീത്ത വിളിച്ചുകൊണ്ട് റോബിൻ ബസ്സിന് പിന്നിലായി അണിനിരന്നു. കേരളത്തിൽ നടക്കുന്ന ഇത്തരം പിരിവുകളെ നിശിതമായി അവർ വിമർശിച്ചും റോബിൻ ബസ്സിനെ വാഴ്ത്തിയും പാണന്മാർ പാട്ടുകൾ മെനഞ്ഞ് പാടി നടന്നു. അങ്ങനെ ആരാധകരില്ലാതിരുന്ന റോബിൻ ബസ്സിനും കേരളത്തിൽ കൊമ്പനെ പോലെ ഫാൻസ് ക്ലബും ആരംഭിച്ചു. വില്ലന്മാരായി MVD റോഡിൽ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടേയിരുന്നു. എന്തൊരു അന്യായമായി പോയി ഇവർ കാണിക്കുന്നത് എന്നായി കേട്ടവർ പഴി പറഞ്ഞത്. അങ്ങനെ ഫാൻസിന്റെ എണ്ണം കൂടിയപ്പോൾ ഗിരീഷ് തീരുമാനിച്ചു കോയമ്പത്തൂരിലേക്ക് ഒരു യാത്ര നടത്താം. കുറച്ച് ആളുകളെ വിളിച്ചു കയറ്റി ടിക്കറ്റും കൊടുത്ത് റോബിൻ ബസ് മുന്നോട്ട് വെച്ച ടയർ മുന്നോട്ട് തന്നെ എന്ന് കരുതി യാത്ര തുടങ്ങി. അതിനിടയിൽ MVD മാമന്മാർ വന്ന് യാത്രക്കാരുടെ ഇടയിൽ കിടന്ന് വിരവിക്കൊണ്ട് തിരച്ചിലും നടത്തിക്കൊണ്ടേയിരുന്നു. ഇതൊരു പതിവായി മാറി. അവർ പറയുന്നത് ഇങ്ങനെ: ഇതൊരു ടൂറിസ്റ്റ് പെർമിറ്റുള്ള കോൺട്രാക്ട് കാരേജ് ബസ്സാണ്. അതുകൊണ്ട് ടിക്കറ്റ് കൊടുത്ത് യാത്ര നടത്താനുള്ള അവകാശം ബസ്സിനില്ല. അതിന് വേണ്ടത് സ്റ്റേജ് കാരേജ് ലൈസൻസ് ആണ് എന്നും പറഞ്ഞു വെച്ചു. അതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് സർവീസ് നടത്താൻ താൻ തീരുമാനിച്ചത് എന്ന് ഗിരീഷ് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഗിരീഷ് എന്ന ബസ് മുതലാളി എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച ടയർ മുന്നോട്ട് തന്നെ എന്ന് കരുതി കഴിഞ്ഞ ദിവസം രാവിലെ യാത്ര തുടങ്ങി. വണ്ടിയെടുത്ത് സെക്കൻഡ് ഗിയർ മാറിയപ്പോൾ തന്നെ ദേ മുന്നിൽ MVD പെട്ടല്ലോ എന്നായി അവസ്ഥ. കൈനീട്ടം എന്ന നിലയിൽ ഒരു 7500 രൂപ അടച്ച് മുന്നോട്ട് പോകാനായി പിന്നീടുള്ള ശ്രമം. അത് കഴിഞ്ഞ് പാലായിലും അങ്കമാലിയിലും എന്ന് വേണ്ട കിട്ടുന്ന സ്ഥലത്തൊക്കെ കാണിക്കേട്ടുകൊണ്ടായിരുന്നു റോബിൻ ബസിന്റെ കോയമ്പത്തൂർ യാത്ര. അങ്ങനെ 37,500 കാണിക്കയായി നൽകി കേരളത്തിലെ MVD ഏവന്മാരെ പ്രാഗിക്കൊണ്ട് വല്ല വിധേനയും ബോർഡർ കടന്നുകൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബോർഡറിൽ ചാവടി ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ ദുരിതം എന്നല്ലാതെ എന്തു പറയാൻ. ദേ നിൽക്കുന്നു സ്റ്റാലിൻ്റെ MVD. എല്ലാം കൂടി ഒരു വാറോല പരിശോധന കഴിഞ്ഞപ്പോൾ അടിച്ചു കിട്ടി. ദേ കിടക്കുന്നു. എല്ലാം കൂടി ചേർത്ത് ഒരു പണിയാണെന്ന് മനസ്സിലായപ്പോൾ മാറിയത് 70,410. ഷടാ, ഇത് ശരിക്കും ചെകുത്താൻ കയറിയ വണ്ടിയാണെന്ന് ഉടമയ്ക്ക് തോന്നിയില്ലെങ്കിലേ അതിശയപ്പെടേണ്ടതുള്ളൂ. അവരെന്താ പറഞ്ഞതെന്നറിയൂ? അനുമതിയില്ലാതെ സർവീസ് നടത്തി എന്നാണത്രേ ചെയ്ത കുറ്റം. അതായത് ടാക്സ് ഇനത്തിൽ 32,000, പിഴ ഇനത്തിൽ 32,000, അങ്ങനെ എല്ലാം കൂടി ചേർത്താണ് 70,410 രൂപയുടെ ഒരു പേപ്പർ അടിച്ചു കൊടുത്തത്. എന്തായാലും എല്ലാം കൊടുത്തത് കൊണ്ട് സമാധാനപരമായി ഈ മാസം 24 വരെ സർവീസ് നടത്താനുള്ള അനുമതി റോബിൻ ബസ്സിന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കടിച്ചതിനേക്കാൾ വലുതാണല്ലോ അളയിലിരുന്നത് എന്നായി ഗിരീഷ് എന്ന ബസ് മുതലാളി. എന്തായാലും റോബിൻ ബസ് ഓടിക്കോട്ടെ, പക്ഷേ നിയമം പാലിക്കണം എന്ന് മാത്രമാണ്. ഇനി അടുത്തത് സൂപ്പർ ബസ്സിൻ്റെ കഥയാണ്. അതിൻ്റെ മുതലാളി പക്ഷേ ഗിരീഷ് അല്ല, നമ്മുടെ സർക്കാരാണെന്ന് മാത്രം. അങ്ങനെ സർക്കാർ ഒരു ബസ് വാങ്ങി. വില 1,05,00,000. ഇതിൽ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖരായ വ്യക്തികൾ, അതായത് മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും. യാത്രയ്ക്കൊരു പേരും ഇട്ടിട്ടുണ്ട്. എന്താണെന്നല്ലേ? നവകേരള സദസ്. സംഗതി KSRTCയുടെ ആയതുകൊണ്ട് MVD തടയിടില്ല എന്നൊരു ധൈര്യമുണ്ട്. വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ആ ബസ്സിൽ ആനയൊഴികെ എല്ലാം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു പരത്തിയിരുന്നു. നാട്ടുകാർ കൗതുകത്തോടെ ബസ് കാണാൻ കാത്തിരുന്നു. ചിലരതിനെ ധൂർത്തെന്ന് പറഞ്ഞു. എല്ലാവരും ബസ്സിനെ കുറ്റപ്പെടുത്തി. അടുക്കള, പൂന്തോട്ടം, കാർ പോർച്ച്, ലിഫ്റ്റ്, കറങ്ങുന്ന കസേര, കിടപ്പുമുറി, ചിന്തിക്കുന്നിടത്തെ ശൗചാലയം,
നാട്ടുകാർ ചോദിച്ചു, ഇത് ബസ്സോ അതോ ബംഗ്ലാവോ? കാഴ്ച ബംഗ്ലാവിൽ കയറിയ കുട്ടിയെപ്പോലെ നാട്ടുകാർ ബസ് കാണാനായി വരുന്നില്ല. ഒടുവിൽ ബസ് വന്നപ്പോൾ വെറുതെ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെയായി എന്ന പടക്കം ബഷീറിൻ്റെ ഡയലോഗും പറഞ്ഞ് എല്ലാവരും പൊടി തട്ടിപ്പോയി. കുറച്ച് സീറ്റുകളുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ലോകോത്തര നിലവാരമുള്ള കറങ്ങുന്ന സീറ്റ് കാണാൻ കാത്തുനിന്നവർ നിരാശയിൽ ആണ്ടുപോയി. അതിനിടയിൽ മുഖ്യൻ്റെ വക മറ്റൊരു പറച്ചിൽ. അതിനു മുമ്പായി തന്നെ ബസ്സിനെ കുറിച്ച് പറഞ്ഞവർക്കൊക്കെ മുഖ്യമന്ത്രി ബസ്സിനുള്ളിൽ സന്ദർശനം അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സൂപ്പർ ബസ് ഇറക്കിയപ്പോൾ സന്തോഷിക്കുന്നതിന് പകരം പ്രാകുകയാണല്ലോ എന്നായി മുഖ്യമന്ത്രി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ 2 ബസ്സുകൾ കാരണം മലയാളിക്ക് കിടക്കപ്പുറതി ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ എന്താണാവോ സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണുക തന്നെ, അല്ലാതെ എന്താ ചെയ്യുക? എക്കാലവും എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകുമല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു മനസ്സമാധാനം. എന്തായാലും തുടങ്ങിയ യാത്രകളൊക്കെ അവസാനിക്കട്ടെ, എന്നിട്ട് വേണം മുഖ്യമന്ത്രിയോട് ചെലവായ കാശിൻ്റെ കണക്ക് ചോദിക്കാൻ. അന്നേരം അതല്ല ഇതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം പോലെ ആയിരിക്കില്ല ജനത്തിൻ്റെ ചോദ്യം എന്നുകൂടി മുഖ്യമന്ത്രി ഓർക്കുന്നത് നല്ലതാണ്. സമയമുണ്ട് ആലോചിക്കാൻ.